കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ PK സൈനബയാണ് ഇ അഹമ്മദിനെ നേരിട്ടത്. എതിരാളികൾ അനാരോഗ്യ പ്രശ്നങ്ങൾ പ്രചാരണ വിഷയമാക്കിയെങ്കിലും 1,94,739 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിനാണ് ഇ അഹമ്മദ് വിജയിച്ചത്. മലപ്പുറം ജില്ലയിൽ നിന്ന് ലോക്സഭയിലേക്ക് നടക്കുന്ന രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഇനി വരാനിരിക്കുന്നത്. 1973 മഞ്ചേരി മണ്ഡലത്തിലെ MP ആയിരുന്ന മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മരണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഇ അഹമ്മദിനെ പോലെ തന്നെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബും അന്ന് മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷനായിരുന്നു. അന്ന് CH മുഹമ്മദ് കോയയായിരുന്നു മുസ്ലിം ലീഗിനായി മത്സരിച്ചു വിജയിച്ചത്. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH ആ സ്ഥാനവും കൊണ്ടോട്ടി MLA സ്ഥാനവും രാജിവെച്ചാണ് പാർലമെന്റിലേക്ക് പോയത്. ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തെ പുതിയ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാകില്ല. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി ആരുവരും എന്നതും പ്രധാനമാണ്. 2014 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിൽ CPM കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. അന്ന് മലപ്പുറത്ത് SDPI, വെൽഫെയർ പാർട്ടി എന്നിവരും ശക്തമായ സാന്നിധ്യമറിയിച്ചിരുന്നു. VK സുഹൈൽ, മീഡിയ 1, മലപ്പുറം.